ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഇനി നാം ചെല്ലേണ്ടത് ഇനി അല്പസമയമേ ഉള്ളൂ ആ രുദ്ര ഗീതത്തിലാണ്. ഇതിനകത്തുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള പ്രധാനപ്പെട്ടതായ കഥയാണ് രുദ്രഗീതം. പൃഥുവിന്റെ പുത്രൻ വിജിതാശ്വൻ, അതായത് അശ്വത്തെ കുതിരയെ ഇന്ദ്രനിൽ നിന്നിട്ട് വീണ്ടെടുത്തവൻ, ആ വിജിതാശ്വന്റെ പുത്രൻ ഹവർധാനൻ. ആ ഹവർധാനന് 6 മക്കൾ. ആ 6 മക്കളിൽ ഏറ്റവും മൂത്തവനാണ് ബർഹിഷത്ത്. വേദിഷത്ത് എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. അദ്ദേഹം നിരന്തര യജ്ഞകർമ്മങ്ങൾ ചെയ്തയാളാണ്. യജ്ഞത്തിലാണ് അദ്ദേഹത്തിന് വിശ്വാസം. തപസ്സിലൊക്കെ വിശ്വാസം കുറവാണ്. നാരദൻ പലതവണ യജ്ഞത്തോടൊപ്പം തപസ്സും വേണമെന്ന് ഉപദേശിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ യജ്ഞശാലയിൽ ചെന്നു. നാരദനെ പോലും ഗവനിച്ചില്ല. യജ്ഞകർമ്മങ്ങൾ അതിഗംഭീരമായി നടത്തി, നിരന്തരം നടത്തി. യജ്ഞകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് കിഴക്ക് ദിക്ക് ലക്ഷ്യമാക്കിയിട്ട് ദർഭപുല്ല് വിരിക്കും. ദർഭയുടെ അഗ്രം കിഴക്കോട്ട് വരത്തക്ക രീതിയിൽ അങ്ങനെ ദർഭപുല്ല് വിരിച്ചിട്ടാണ് യജ്ഞം, യാഗശാല ഉണ്ടാക്കി യജ്ഞം ഒക്കെ നടത്തുക. യാഗശാലയിലാണ് ഈ ദർഭപുല്ല് വിരിക്കുന്നത്. 1000 യജ്ഞങ്ങൾ നടത്തിയിട്ട് അങ്ങനെ ഭൂമി മുഴുവൻ ദർഭപുല്ലുകൊണ്ട് നിറച്ചു. അതുകൊണ്ട് ആളുകൾ അദ്ദേഹത്തെ, ഈ ബർഹിഷത്തിനെ പ്രാചീന ബർഹിസ് എന്ന് വിളിക്കാൻ തുടങ്ങി. ബഹുമതിയാണ് അദ്ദേഹത്തിന്. ഈ യജ്ഞകർമ്മങ്ങളിലാണ് പ്രിയം. എങ്കിലും യജ്ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തെങ്കിലും എന്തോ ഒരു അപൂർണത സ്വയം അനുഭവപ്പെടുന്നു. പൂർണ്ണത അനുഭവപ്പെടണമെങ്കിൽ ജ്ഞാനം വേണം. അത് തപസ്സുകൊണ്ടേ കിട്ടൂ. അതിലോട്ട് ഇദ്ദേഹത്തിന്റെ മനസ്സ് തിരിയുന്നില്ല. അദ്ദേഹത്തിന് 10 മക്കള്. അവരെ പ്രചേതസ്സുകൾ എന്നാണ് പറയുക. ഈ 10 മക്കളെയും വിളിച്ചിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വിവാഹപ്രായമായി, നിങ്ങൾ വിവാഹം കഴിച്ച് നമ്മുടെ സന്തതി പരമ്പരയെ വർദ്ധിപ്പിക്കണം. ഇങ്ങനെ അദ്ദേഹം മക്കളെ ഉപദേശിച്ചപ്പോഴേക്കും മക്കളുടെ മനസ്സ് തപസ്സിലോട്ടാ പോയത്. നല്ല ഗൃഹസ്ഥനാകണമെങ്കിൽ പോലും തപസ് വേണം എന്ന് അവർ ഓർത്തു. അതാണ് ഒരു ഗൃഹസ്ഥൻ പൃഥുവിനെ പോലെ ആയിത്തീരണമെങ്കിൽ, അങ്ങനെയുള്ള ഗൃഹസ്ഥന്മാരാണ് ഈ ലോകത്തെ സമ്പന്നമാക്കി തീർക്കുക. അതിന് തപസ് വേണം. പൃഥുവിന് തപസ്സുണ്ട്. അപ്പോ നല്ലൊരു ഗൃഹസ്ഥനാകണമെങ്കിലും തപസ് വേണം. അച്ഛൻ പറഞ്ഞതുപോലെ വംശത്തെ വർദ്ധിപ്പിക്കണമെങ്കിലും തപസ് വേണം. അതിനുവേണ്ടി ആദ്യം തപസ് ചെയ്യുക എന്ന് തീരുമാനിച്ചു. പിത്രാധിഷ്ഠ പ്രജാ സർഗേ തപസേർണവമാവിശൻ. പിതാവ് ഇങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഈ 10 മക്കളോടും പറഞ്ഞു. എങ്കിലും അവര് തപസ്സിനാണ് പ്രാധാന്യം, ആദ്യം തപോവനം നേടുക എന്ന് തീരുമാനിച്ചിട്ട് അവര് തപസ്സിന് വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ തപസ്സുകൊണ്ട് ദശവർഷസഹസ്രാണി 10,000 വർഷം അവർ തപസ് ചെയ്തു. ചിലരുടെ തപസ്സല്ല അത്, ഏകാഗ്രമായ തപസ്. അങ്ങനെ തപസ് ചെയ്ത് ആരെയാ പൂജിച്ചത്? തപസ്പതിയായ, തപസ്സിന് മുഴുവൻ ഈശ്വരനായ, തപസ് കൊണ്ടുള്ളതായ ഫലത്തെ നൽകുന്നവനായ മഹാവിഷ്ണുവിനെ അവര് അർച്ചിച്ചു. എന്നിട്ട് അവര് 10 പേരും കൂടി ഒരു യാത്ര നടത്തുമ്പോൾ വലിയൊരു തടാകത്തിന്റെ തീരത്ത് ചെന്നു. അപ്പോഴേക്കും അവിടെ ദിവ്യമായ സംഗീതം കേൾക്കുന്നു. യാത്രയുടെ വർണ്ണനയാണ് കഥാരൂപത്തിൽ ഈ പറയണേ. കുണ്ടലിനി ഉണർന്ന് ഇങ്ങനെ മുകളിലേക്ക് ഓരോരോ ആധാരചക്രങ്ങളിലൂടെ മുകളിലേക്ക് വരുന്നതാണ്. അപ്പോഴേക്കും ദിവ്യമായ സംഗീതം കേട്ടു ആ തടാകത്തിന്റെ തീരത്ത്. എന്താണെന്ന് നോക്കുമ്പോ ആ തടാകത്തിനുള്ളിൽ നിന്നിട്ട് ഭഗവാൻ സാക്ഷാൽ മഹാദേവൻ കടന്നു വരുന്നു. എങ്ങനെ? സ്വർണത്തിന്റെ വർണ്ണത്തോടു കൂടിയിട്ട്
സാക്ഷാൽ മഹാദേവൻ കടന്നു വരുന്നു. മഹാദേവനെ കണ്ടു, അവരെല്ലാവരും വന്ദിച്ചു. അങ്ങനെ വന്ദിച്ചിട്ട് മഹാദേവനെ നമസ്കരിച്ച് അവർ മഹാദേവനെ സ്തുതിച്ചു. ആ അവസരത്തില് മഹാദേവൻ പറഞ്ഞു, അതാണ് രുദ്രഗീതം. മഹാദേവൻ ഇവരെ കേൾപ്പിക്കുന്ന വാക്യാണത്. രുദ്രൻ അവരെ കേൾപ്പിക്കുന്ന വാക്യമാണത്. വിഷ്ണുവിനെ തപസ് ചെയ്ത ആ ഋഷിമാർക്ക് 10 പേർക്ക് പ്രചേതസ്സുകൾക്ക് മഹാദേവൻ വിഷ്ണുവിന്റെ മഹാത്മ്യം പാടിക്കേൾപ്പിക്കുന്നതാണ് രുദ്രഗീതം. യൂയം വേദിഷദ പുത്ര വിദിതം വഹ്ചികീർഷിതം. നിങ്ങള് വേദിഷത്തിന്റെ മക്കളാണ്, പ്രാചീന ബർഹിസിന്റെ മക്കളാണ്. നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്ന് എനിക്കറിയാം. അത് മനസ്സിലാക്കിയിട്ടാണ് എന്റെ വരവ്. അനുഗ്രഹായ ഭദ്രം വ. നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ വരവ്. നിങ്ങൾക്ക് മംഗളം ഉണ്ടാകട്ടെ. അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഈ രൂപത്തില്, ഈ ദിവ്യമായ രൂപത്തില് നിങ്ങൾക്ക് കാണാനുള്ള അവസരം തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ വലിയ പവിത്രമായിരിക്കുന്ന ഒരു കീർത്തനം കേൾപ്പിക്കാം. ഇതം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം. നിങ്ങള് ഇത് ഏകാന്തതയിലിരുന്ന് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ജപിക്കണം. ഞാൻ ഈ പറഞ്ഞു തരുന്നതായ ഈ സ്തോത്രം ഇത് പവിത്രമാണ്, ഇത് മംഗളമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. നിശ്രേയസകരം ചാവി. ഏറ്റവും വലിയ ശ്രേയസ്സിനെ ഇതുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരികയാണ്. ശ്രൂയതാം തദ്വദാമിവ. നിങ്ങളത് കേട്ടുകൊള്ളൂ. ഞാനിതാ നിങ്ങളെ അത് കേൾപ്പിക്കാം എന്ന് പറഞ്ഞ് ആ സ്തുതി, പവിത്രമായിരിക്കുന്ന രുദ്രഗീതം വിഷ്ണു സ്തുതിയാണ്. വിഷ്ണുവിന്റെ എല്ലാ വൈഭവങ്ങളെയും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന സ്തുതിയാണ്. പാടിക്കേൾപ്പിക്കുകയാണ് രുദ്രം. നമ പങ്കജനാഭായ. പങ്കജനാഭനായിക്കൊണ്ട് നമസ്കാരം. താമരപ്പൂവ് അദ്ദേഹത്തിന്റെ നാഭിയിലുണ്ട്. മഹാവിഷ്ണുവിന് പങ്കജനാഭൻ എന്ന് പേര്, പത്മനാഭൻ എന്ന് പേര്. മഹാവിഷ്ണു പരമാത്മാവാണ്, നിർഗുണ നിരാകാര ബ്രഹ്മമാണ്. ആ നിർഗുണ നിരാകാര ബ്രഹ്മം സാമയത ബഹുസ്യാമെന്ന് നേരത്തെ പറഞ്ഞു. ഞാൻ പരതായി തീരട്ടെ എന്ന് അദ്ദേഹം സങ്കല്പിച്ചു. അങ്ങനെ അദ്ദേഹം സങ്കല്പിച്ചപ്പോഴാണ് മൂലപ്രകൃതി സ്പന്ദിച്ചുയരുന്നത്. ആ സങ്കല്പമാണ് മൂലപ്രകൃതി. അതിന്റെ ആകൃതിയാണ് താമരപ്പൂവിന്റെ ആകൃതി. അങ്ങനെ മഹാവിഷ്ണുവിന്റെ സങ്കല്പത്താൽ അദ്ദേഹത്തിൽ താമരപ്പൂവ് ജനിച്ചു. എവിടെയാണോ താമരപ്പൂവ് മഹാവിഷ്ണുവിൽ ഉണ്ടായത്, അതാണ് മഹാവിഷ്ണുവിന്റെ നാഭി. അതാണ് നാഭിയിൽ പത്മമുള്ളവൻ, പത്മനാഭൻ എന്ന് പേര്. അങ്ങനെ പത്മനാഭനായിക്കൊണ്ട് നമസ്കാരം. നമ പങ്കജനാഭായ. പങ്കജം താമരപ്പൂവ്, നാഭിയിലുള്ളവൻ. അങ്ങനെയുള്ള മഹാവിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. ഈ പത്മനാഭന്റെ നാഭിയിലുള്ള താമരപ്പൂവിലാണ് ബ്രഹ്മാവുണ്ടായത്. ആ ബ്രഹ്മാവിന്റെ സങ്കല്പത്താലാണ് ഈ ലോകം മുഴുവൻ ഉണ്ടായത്, ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെല്ലാം ഉണ്ടായത്. പ്രപഞ്ചത്തിന്റെ സമ്പൂർണ്ണ രൂപം നമുക്ക് കാണാം. അങ്ങനെയുള്ള പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന ആ പത്മനാഭനായിക്കൊണ്ട് നമസ്കാരം. അദ്ദേഹം 24 പ്രകൃതി തത്വങ്ങളായിട്ടാണ് ഈ പ്രപഞ്ചമായി ഭവിക്കുന്നത്. ആ നാഭിയിൽ മൂലപ്രകൃതി സ്പന്ദിച്ചുയരുന്നു. ആ മൂലപ്രകൃതിയിൽ നിന്ന് മഹത്തത്വം, ആ മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരതത്വം, ആ അഹങ്കാരതത്വത്തിൽ നിന്നിട്ട് ശബ്ദതത്വം, അതിൽ നിന്ന് സ്പർശതത്വം, അതിൽ നിന്ന് രൂപതത്വം, അതിൽ നിന്ന് രസതത്വം, അതിൽ നിന്ന് ഗന്ധതത്വം, അതിൽ നിന്ന് മനസ്തത്വം, അതിൽ നിന്നിട്ട് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, അതിൽ നിന്നിട്ട് ആ സൂക്ഷ്മ തന്മാത്രകളിൽ നിന്നിട്ട് 5 കർമ്മേന്ദ്രിയങ്ങൾ, ആ സൂക്ഷ്മ തന്മാത്രകളിൽ നിന്നിട്ട് 5 സ്ഥൂലഭൂതങ്ങൾ. ഇങ്ങനെ 24 പ്രകൃതത്വങ്ങൾ. ഒന്നുകൂടി എണ്ണി നോക്കാം. 5 സ്ഥൂലഭൂതങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 സ്ഥൂലഭൂതങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ 10, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ 15, ഒരു മനസ്തത്വം 16, 5 സൂക്ഷ്മ തന്മാത്രകൾ 16, 5 21, ഒരു അഹങ്കാര തത്വം, അതാണ് 22ാമത്തെ തത്വം, ഒരു മഹത്തത്വം, അത് 23ാമത്തെ തത്വം, മൂലപ്രകൃതി, അത് 24ാമത്തെ തത്വം.
ഇതെല്ലാം എവിടെ സ്പന്ദിച്ചുയരുന്നു? പങ്കജനാഭനിൽ സ്പന്ദിച്ചുയരുന്നു. അതാണ് 25ാമത്തെ തത്വം എന്നുള്ള പൂർണ്ണ ബ്രഹ്മം, ആ പരമാത്മാവ്. അങ്ങനെയുള്ള പങ്കജനാഭനായിക്കൊണ്ട് നമസ്കാരം കൂടസ്ഥായ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന നിർവികാരനായ നിർഗുണ പരമാത്മാവിനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് അതിവിപുലമായിരിക്കുന്ന ഈ സ്തോത്രം രുദ്രൻ പ്രചേതസ്സുകളെ കേൾപ്പിക്കും. ഗീതം മയേതം നരദേവനന്ദന, അതിലെ അവസാനത്തെ ശ്ലോകം വായിച്ചു കേൾപ്പിക്കുകയാണ്. അല്ലയോ രാജാവിന്റെ പുത്രന്മാരായിരിക്കുന്ന പ്രചേതസ്സുകളെ, പ്രാചീന ബർഹസിന്റെ മക്കളായിരിക്കുന്ന അല്ലയോ പ്രചേതസ്സുകളെ, ഞാൻ പാടിത്തന്നതായ ഈ പാട്ടുണ്ടല്ലോ, ഈ പാട്ട് പവിത്രമാണ്. പരസ്യ പുംസഹ, പരമാത്മാവായിരിക്കുന്ന പത്മനാഭന്റെ സ്തോത്രമാണ് ഇത് എന്നറിഞ്ഞുകൊള്ളണം. പരസ്യ പുംസ പരമാത്മനസ്തവം, പരമപുരുഷനായിരിക്കുന്ന പരമാത്മാവിന്റെ സ്തവമാണ്, സ്തോത്രമാണ്, വാസുദേവകൃഷ്ണന്റെ സ്തോത്രമാണ് എന്ന് അറിഞ്ഞുകൊള്ളണം. ഈ സ്തോത്രത്തെ മുഴുവൻ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊള്ളുക. നമുക്കെല്ലാം രുദ്രൻ തന്നിരിക്കുന്ന ഉപദേശമാണിത്. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഉപദേശമാണ്. അതുകൊണ്ടാണ് വ്യാസ ഭഗവാൻ ഇത് ശുഖബ്രഹ്മർഷിയിലൂടെ നമുക്ക് നിലനിർത്തി തന്നിരിക്കുന്നത്. ആ സ്തോത്രം ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് ജപന്ത ഏകാഗ്രധിയസ്തപോ മഹത് ചരധ്വമന്തി തഥ അപ്സ്യഥേപ്സിതം. നിങ്ങള് ഏകാഗ്രമായ മനസ്സോടുകൂടിയിട്ട് നിരന്തരം ഭക്തിയോടുകൂടിയിട്ട് ഈ സ്തോത്രത്തെ ജപിക്കുക. അങ്ങനെ ജപിച്ചുകൊണ്ട് കഠിനമായിട്ടുള്ള തപസ് ചെയ്യുക. അങ്ങനെ കഠിനമായ തപസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ, തവ ഈപ്സിതം, നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം പരിപൂർണമായിട്ടും സാധിക്കും, സഫലമായി തീരും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജപന്ത ഏകാഗ്രധിയസ്തപോ മഹത് ചരധ്വമന്തി തഥ ആപ്സ്യഥേപ്സിതം. അങ്ങനെ ഈപ്സിതങ്ങളെല്ലാം ആഗ്രഹങ്ങളെല്ലാം നേടും എന്ന് പറഞ്ഞുകൊണ്ട് രുദ്രഗീതം ഈ ചതുർത്ഥ സ്കന്ധത്തിലെ 24ാമത്തെ അധ്യായത്തിലെ രുദ്രഗീതം സമ്പൂർണമായി തീരുന്നു. അങ്ങനെ പൃഥുവിന്റെ കഥയും ധ്രുവന്റെ പരമ്പരയിൽ വരുന്നു അദ്ദേഹം. പൃഥുവിന്റെ കഥയും അതേപോലെ പ്രാചീന വർഗസിന്റെയും പ്രചേതസ്സുകളുടെയും കഥയും അവർക്ക് ഭഗവാൻ രുദ്രൻ നൽകിയതായ ഉപദേശവും വളരെ വേഗത്തിൽ വളരെ വിപുലമാണ്. കഥയും വിപുലം, അതിലെ ഉപദേശങ്ങളും വിപുലം, അതിലെ വേദാന്ത സാരവും വിപുലം. അത് നമ്മൾ ഈ പവിത്രമായിരിക്കുന്ന യജ്ഞഭൂമിയിൽ വെച്ച് അമ്മയുടെ ലോകമാതാവിന്റെ ഭദ്രകാളിയുടെ പാദങ്ങളിൽ ഇരുന്നു കൊണ്ട് നാം അത് ഒരുമിച്ച് കൂട്ടായിട്ട് ചിന്തിച്ചു. ഗുരുനാഥന്റെ അനുഗ്രഹത്താൽ എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, പരമപവിത്രമായ ഈ അമ്പലത്തില് വിരാജിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന ലോകമാതാവിന്റെ ഭദ്രകാളിയുടെ പാദപത്മങ്ങളിൽ, പരമപവിത്രമായ യജ്ഞവേദിയിൽ വിരാജിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന വാസുദേവകൃഷ്ണന്റെ പാദപത്മങ്ങളിൽ, ഈ യജ്ഞത്തിന് ആചാര്യനായിരിക്കുന്ന ആ പവിത്രമായിരിക്കുന്ന ആ ഗുരുപാദങ്ങളിൽ, രാമനാഥൻ അവരുടെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങൾ എന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.